ഒരുപാട് കുറ്റകൃത്യങ്ങൾ കേരളം കണ്ടിട്ടുണ്ട്. അതിൽ കേരളം ഒരിക്കലും മറക്കാത്ത ഒരു ക്രിമിനലാണ് ചെന്താമര. അയാൾ ഒരു കുടുംബത്തിലെ 3 പേരെ നിഷ്കരുണം കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. പാലക്കാട് നെന്മാറ ബോയൻ കോളനിക്കാർക്ക് ഇന്നും ഒരു പേടി സ്വപ്നമാണ് ചെന്താമര. വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ പകയാണ് ആ ക്രിമിനൽ ഒരു ദിവസം 3 പേരുടെ ജീവൻ എടുത്തുകൊണ്ട് തീർത്തത്. അവിടെ ഇപ്പോൾ ബോയൻ കോളനിയിലെ അവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ എന്നിട്ടെന്തായി സെഗ്മെന്റിലൂടെ ഇന്ന് പരിശോധിക്കുന്നത്. അതിനു മുൻപ് എന്തായിരുന്നു ചെന്താമരയുടെ ആ ക്രൂര കൃത്യങ്ങൾ എന്നത് നമുക്കൊന്ന് കണ്ടുവരാം ആ റിപ്പോർട്ടിലേക്ക്. ചെന്താമര, ആ പേരൊരു ഭീതിയോടെ മാത്രമേ മലയാളിക്ക് ഓർത്തെടുക്കാനാവൂ. ഒരു കൊല നടത്തി പകയടങ്ങാതെ വർഷങ്ങളോളം കാത്തിരുന്നു. ജാമ്യത്തിലിറങ്ങി വീണ്ടും 2 കൊലപാതകങ്ങൾ. ഒരു കുടുംബം അനാഥമായി. ഓഗസ്റ്റ് 31 അയൽവാസിയായ സജിതയെ വീട്ടിൽ കയറി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. തന്റെ ഭാര്യ പിണങ്ങി പിരിയാൻ കാരണം അയൽവാസികൾ നടത്തിയ മന്ത്രവാദമാണെന്ന് വിശ്വസിച്ച ആ പക തീർക്കുകയായിരുന്നു ഇയാൾ. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ ചെന്താമര വീണ്ടും ബോയൻ കോളനിയിലെത്തി. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിക്ക് വന്ന് താമസിക്കുന്നുണ്ടെന്നറിഞ്ഞ ചെന്താമരയുടെ പരിസരവാസികളും സജിതയുടെ കുടുംബവും പോലീസിൽ പരാതി നൽകി. ഇയാളുടെ കൊടും ക്രൂരത അറിയാവുന്ന നാട്ടുകാർ വീണ്ടും ഒരു ക്രൂരത പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പോലീസ് ഇത് ഗൗരവമായി എടുത്തില്ല. ചെന്താമരയെ നിരീക്ഷിച്ചില്ല. എന്നാൽ ലോറി ഡ്രൈവറായിരുന്ന സജിതയുടെ ഭർത്താവ് സുധാകരൻ ജാഗ്രതയിലായിരുന്നു. തന്റെ 2 പെൺമക്കളെയും മുത്തച്ഛന്റെ വീട്ടിലാക്കി. പക്ഷേ ഒടുങ്ങാത്ത പകയുമായി ചെന്താമര വീണ്ടും എത്തി. ഇക്കഴിഞ്ഞ ജനുവരി 27 രാവിലെ 10 മണിക്ക് നെന്മാറ ടൗണിലേക്ക് ഇറങ്ങുന്ന സുധാകരനെ ചെന്താമര കൊടുവാൾ കൊണ്ട് വെട്ടി വീഴ്ത്തി. നിലവിളി കേട്ട് ഓടിയെത്തിയ അമ്മ ലക്ഷ്മിയെയും കൊടുവാൾ കൊണ്ട് നിഷ്കരുണം വെട്ടിവീഴ്ത്തി. സമീപത്തുള്ള കാട്ടിലേക്ക് ഓടിക്കയറിയ ചെന്താമരയ്ക്കായി പോലീസ് അരിച്ചു പെറുക്കി. നെന്മാറയിലെ കൂട്ടക്കൊലപാതകവും പോലീസ് വീഴ്ചയും കേരളം മുഴുവൻ ചർച്ച ചെയ്തു. 2 ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് ചെന്താമര പിടിയിലാവുന്നത്. ഇയാളെ കയ്യേറ്റം ചെയ്യാൻ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് പോലും അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചു. അത്ര കണ്ട് ശക്തമായിരുന്നു ജനരോഷം. കേസ് നടപടികൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ചെന്താമര എന്ന ഭീകരൻ നെന്മാറക്കാർക്ക് ഇന്നും ഒരു പേടി സ്വപ്നം. ന്യൂസ് 18 പാലക്കാട്. പോലീസ് കണ്ണടച്ചപ്പോൾ, ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടപ്പോൾ ചെന്താമര എന്ന കൊടും ഭീകരനെടുത്ത ജീവിതങ്ങൾ അനാഥമാക്കിയത് 2 പെൺകുട്ടികളെയാണ്. ഇപ്പോൾ മുത്തശ്ശിയുടെ സംരക്ഷണയിലാണ് ആ പെൺകുട്ടികൾ കഴിയുന്നത്. ഈ കൊടും ഭീകരന് മതിയായ തക്കതായ ശിക്ഷ ഉറപ്പുവരുത്തണം എന്നത് മാത്രമാണ് ആ പെൺകുട്ടികളുടെ ഇപ്പോഴത്തെ ആഗ്രഹം. നെന്മാറയിൽ കൂട്ടക്കൊല നടന്നിട്ട് 7 മാസമായി. കേരളത്തെ ഞെട്ടിച്ച ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഈ ഗ്രാമത്തിന് ഇപ്പോഴും ചോരയുടെ മണമാണ്. ചെന്താമര വെട്ടിക്കൊന്ന സുധാകരന്റെയും സജിതയുടെയും 2 പെൺമക്കൾ അതുല്യയും അഖിലയും. ജീവിതത്തിൽ അവർ പൊരുതി മുന്നേറുകയാണ്. മൂത്ത മകൾ അതുല്യ വിവാഹിതയാണ്. നഴ്സായി ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു വരുന്നു. 2ാമത്തെ മകൾ അഖില ബികോം വിദ്യാർത്ഥിയാണ്. അഖില ഇപ്പോൾ നെന്മാറ കുനിശ്ശേരിയിലെ സജിതയുടെ വീട്ടിലാണ്. ജീവിതം തകർത്ത കൊടും ക്രൂരന് തക്കതായ ശിക്ഷ വേണം. ഇതാണ് ഈ മക്കളുടെ ആഗ്രഹം. കോടതിന് വിശ്വാസമുണ്ട്, നല്ലപോലെ ശിക്ഷ. ഇനി അയാളെ പുറത്തു വിട്ട ഇനിയും ഓരോരുത്തരുടെ ജീവൻ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതേപോലെ നല്ല അയാളെ തൂക്കിക്കൊല്ലണം തന്നെയാണിത്. ഇപ്പോൾ എൻ്റെ ഫാമിലി തന്നെ എല്ലാം പോയല്ലോ. ഇനിയും ഓരോരുത്തരുടെ ഫാമിലി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അയാളെ തൂക്കിക്കൊല്ലാൻ തന്നെ വേണം. ഇങ്ങനെയുള്ള ആളിനെ ഒന്നും വെച്ചിട്ട് കാര്യമില്ല. നല്ലൊരു ശിക്ഷ അയാൾക്ക് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. പോലീസുകാർ നല്ല സപ്പോർട്ട് തന്നെയാണ്. ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശിയും മാതാവിന്റെ സഹോദരിയുമാണ് ഈ പെൺമക്കൾക്ക് ഇപ്പോൾ സംരക്ഷകർ. 80 വയസ്സ് കഴിഞ്ഞ മുത്തശ്ശൻ അവശ്യ നിലയിലാണ്. പ്രായാധിക്യത്താൽ വലയുന്ന മാതാവിന്റെ അമ്മയാണ് നിത്യജീവിതത്തിന് വരുമാനം കണ്ടെത്തുന്നത്. കൂട്ടക്കൊലപാതകത്തിന് പിന്നാലെ കുടുംബത്തിന് നിരവധി സഹായ വാഗ്ദാനങ്ങൾ കിട്ടിയെങ്കിലും അത് വാഗ്ദാനങ്ങളായി തന്നെ ഒതുങ്ങി. ഇപ്പോൾ വലുതിൻ്റെ കാര്യം അനിയത്തി മരിച്ച പിന്നെ ഞാൻ ആ കല്യാണം കഴിച്ചു കൊടുത്തത് കണ്ണമ്പറ പുതുക്കോട്ടിക്ക്.
പിന്നെ ചെറിയ കുട്ടിൻ്റെക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ അവർക്ക് നാളേക്ക് നോക്കാനുള്ള ഒരു ഇത്, എന്തെങ്കിലും ഒരു 10 റുപ്യ വേണം പറഞ്ഞാൽ, എനിക്ക് ആങ്ങളമാരിൽ എനിക്ക് 2 പെൺകുട്ടികളാണ്, എനിക്ക് ആ മക്കളില്ല. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ കിട്ടിയാൽ അവൻ്റെ കാര്യം നോക്കാനുള്ള ഇതായല്ലോ. ഒരാളുടെ അടുത്ത് 10 രൂപ കൈനീട്ടി ചോദിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് വേണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 10 റുപ്യ വേണം പറഞ്ഞാൽ അപ്പം അച്ഛനും അമ്മയ്ക്കും വയസ്സായതാണ്. പിന്നെ എല്ലാത്തിനും പോകാനും വരാനും ഞാനാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇവിടെ വയസ്സായ അച്ഛനമ്മയാണ്. അച്ഛനമ്മയ്ക്ക് എന്താ വീട് വീഴാനായി നിൽക്കുകയാണ്. അവർക്ക് ഒരു അടച്ചുറപ്പില്ല, കിടക്കാനും ഇരിക്കാനും ഒരു പേടി. ചെറിയ കുട്ടിക്ക് എപ്പോഴും പേടിയാണ്. ഇവിടെ ഒരു അടച്ചുറപ്പില്ല. പിന്നെ എനിക്ക് ഡെയിലി വന്നു പോകാനാകില്ല. വലിയച്ഛൻ ഊട്ടിയിലാണ് പണി ചെയ്യുന്നത്. അയാളും ഇവിടെ ഇരുന്നു പറഞ്ഞാൽ കുട്ടികളുടെ ജീവിതം നോക്കാനൊരു ഇത്. അപ്പം എല്ലാ കാര്യവും നമ്മളാണ് പോണത് വരുന്നതൊക്കെ ഞാനാണ് നോക്കി കൊണ്ട് ഒപ്പുവെക്കണത്. അപ്പോൾ ചെറുതിനും വലുതിനും എന്തെങ്കിലും ഒരു ജോലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കവർ ഒന്നും ആയിട്ടില്ല. അപ്പം അതാണ് ഇപ്പോൾ പറയണത്. നമുക്ക് കുറേ പൈസ കിട്ടിയിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് നാളേക്ക് മേലേക്ക് ജീവിക്കണ്ടേ. സജിതയുടെ കൊലപാതകത്തിന്റെ കേസ് വിസ്താരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ മാസത്തോടെ വിധി വരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അടുത്ത മാസം ഫുള്ളും ആണ് അമ്മന്റെ കേസ് ഇതാവുന്നത്. അതിന്റെ വിധി ഒക്കെ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എന്തായാലും അച്ഛന്റെ ഉണ്ടാവും അവര് പറഞ്ഞു. എന്തായാലും അയാൾക്ക് നല്ലപോലെ ശിക്ഷ കൊടുക്കണം. ഇത് അമ്മന്റെ 2019 കഴിഞ്ഞിട്ട് അച്ഛനും പോയി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വിധി വരുന്നത്. നല്ല സങ്കടമുണ്ട്. അപ്പൊ അയാളെ തൂക്കിക്കൊല്ലുക തന്നെ വേണം. സജിതയുടെ ചേച്ചിയും കുട്ടികളുടെ മുത്തശ്ശിയുമാണ് അവിടെ ഇപ്പോൾ അവർക്ക് സംരക്ഷണമായുള്ളത്. 2 കുട്ടികളെ അനാഥരാക്കിയ ചെന്താമരയ്ക്ക് തക്ക ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് അവരുടെയും ആഗ്രഹം. ഏറ്റവും വേണ്ടപ്പെട്ട മാതാപിതാക്കളുടെ മരണം കൺമുന്നിൽ കണ്ടവരാണ്. 2 തവണയായി 3 മരണം കൺമുന്നിൽ കണ്ട 2 പെൺകുട്ടികളാണ്. അവർ അതിജീവനത്തിനുള്ള പരിശ്രമത്തിലാണ്. ഒപ്പം തങ്ങളുടെ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കിയ ആ കൊടും കുറ്റവാളിക്ക് കനത്ത ശിക്ഷ തന്നെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അപ്പോഴും അതിജീവനം എന്ന് പറയുമ്പോൾ ഒരു ജോലി, കെട്ടുറപ്പുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ അതിൻ്റെ ഒരു പ്രാധാന്യം ആ ബന്ധു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കരുത്തായി എല്ലാവർക്കും കൂടെ നിൽക്കാം. എന്തായാലും അതാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ.